ഇനി നമ്മൾ പോകുന്നത് ഒഫീഷ്യൽ പ്രോജക്ട് അനൗൺസ്മെന്റ് സെറമണിയിലേക്ക്. അവിടെ പി രാജീവ് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. അപ്പോൾ പുതിയ എമർജിംഗ് ടെക്നോളജീസ്, ടെക്നോളജീസിനെല്ലാം വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഗവൺമെന്റിന്റെ വേറൊരു പദ്ധതി കൂടിയുണ്ട് വിജ്ഞാന കേരളവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വരുന്ന സംവിധാനങ്ങൾക്ക് സവിശേഷമായ സ്കില്ല് വേണം. അപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ഈ സ്കില്ല് കൂടിയുണ്ട്. ഇപ്പോൾ AI വരുന്ന റോബോട്ടിക്സ്, അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഇതിലൊക്കെ ജെൻ AI പുതിയ ഒരു സ്കിൽ കുറച്ചുകൂടി ഒരു 6 മാസത്തെ വേണം. അത് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ആളെടുത്താൽ മതി. ഈ സ്കില്ലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 100 പേരെ വേണം. അപ്പോൾ സ്കില്ല് ഞങ്ങൾ അപ് സ്കില്ല് ചെയ്ത് തരാം ഇപ്പോൾ ഉള്ളവർക്ക്. ഇത് ഗവൺമെന്റിന്റെ പുതിയ പോളിസിയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ പുതിയ ആളുകൾ എടുക്കുകയാണെങ്കിൽ 5,000 rupees വരെ അവരുടെ അപ്പോൾ ട്രെയിനിങ് പീരീഡിൽ എടുക്കുന്നവർക്കാണെങ്കിൽ അതും സെൻട്രൽ ഗവൺമെന്റ് സ്കീമുണ്ട്. അത് 15,000 per annum ആണ്. നമ്മൾ പെർ മന്ത് 5,000 കൊടുക്കുന്ന സ്കീമും നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി 2023യുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോ കേരളത്തിന്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കറിയാവുന്ന പോലെ ദ ലാർജസ്റ്റ് സിറ്റി ഓഫ് ദ വേൾഡ് ആണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മൊത്തത്തിൽ നഗരമാണ്. വെരി ഡിഫിക്കൽട്ട് ഡിമാർക്കിൻ ബിറ്റ്വീൻ വില്ലേജസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അതാണ് പ്രത്യേകത. പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഞാൻ ആദ്യം പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു, ഇവിടുന്ന് ആളുകൾ പോകുന്നു ഇത് വൃദ്ധസദനമാകും എന്ന് പലരും പറയുന്നു. ഇപ്പൊ ആളുകൾ തിരിച്ചു വരുന്നത് മാത്രമല്ല, നമ്മൾ ഇന്റർനാഷണൽ വൃദ്ധസദനം ഇവിടെ ഉണ്ടാക്കിയാണ്. ലോകോത്തര ബ്രാൻഡിംഗ് കൊണ്ടുവരികയാണ്. കാരണം ലോകത്ത് എവിടെയാണെങ്കിലും ഒരു ആൾ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പ് മിക്കവാറും ഒരു മലയാളി നേഴ്സിന്റെ കരസ്പർശം ഉണ്ടാവും. പക്ഷെ അവര് ജർമ്മനിയിലോ UK ഒക്കെ വെച്ചിട്ടാണ് പേഷ്യന്റിനെ പിടിക്കണമെങ്കിൽ വീട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ടാവും, ഇവിടെ അമ്മയ്ക്ക് സുഖമില്ല എന്നായിരിക്കും. അപ്പൊ പിടുത്തത്തിന് മുറുക്കുണ്ടാവില്ല. ഇവിടെ ഓൾറെഡി സീനിയർ ലിവിംഗിൽ അമേരിക്കക്കാരോ UK എല്ലാം ഇങ്ങോട്ട് വന്നോട്ടെ വയസ്സാവുമ്പോൾ. അപ്പൊ നമുക്ക് നല്ല കെയർ കൊടുക്കാം. നല്ല എയർ ഉണ്ട്. ക്വാളിറ്റി ഓഫ് എയർ ഇസ് വെരി ഗുഡ്. വാട്ടർ ക്വാളിറ്റി ഇസ് ഓൾസോ വെരി ഗുഡ്. ഇപ്പോ ഇന്റർനാഷണൽ ബ്രാൻഡ് കൊളംബിയ പസഫിക് അവര് സീനിയർ ലിവിംഗിലേക്ക് വരികയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റുള്ള അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡ്. അവര് കൊച്ചിയിൽ ഇപ്പൊ ലാസ്റ്റ് ഡിസ്കഷനിലാണ്. അവരും ഒരു വലിയ ലിവിംഗ് റെസിഡൻഷ്യൽ സംവിധാനങ്ങൾ അവരിലേക്ക് വരികയാണ്. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്. എന്തായാലും ആദ്യത്തെ സ്ക്രീനിൽ ഒരു കാര്യത്തോടാണ് എനിക്ക് ചെറിയ വ്യത്യാസമുള്ളത് കേട്ടോ. ആദ്യത്തെ 6 to 12 ആണ് കാണിച്ചത്. ഫസ്റ്റ് ഡിസൈൻ ഫിനിഷിംഗ് 0 to 6 ആക്കണം. 6 മുതൽ 12 മാസം വരെയാണ് സൈഡ് ടൈം ഷെഡ്യൂളില്ലേ. 6 to 12 പ്ലാനിംഗ് ആൻഡ് അപ്രൂവൽസ്. ഒരു കാര്യമില്ല 6 മാസം വെറുതെ കളയണ്ട. 0 to 6 ആക്കിക്കോളും. അത് നമുക്ക് ഉറപ്പ് ചെയ്യാം അല്ലെ. വി ക്യാൻ അഷ്യൂർ. IT സെക്രട്ടറി ഓൾറെഡി ഹസ് ടേക്കൻ ദ റെസ്പോൺസിബിലിറ്റി മാക്സിമം. അപ്പോൾ മൊത്തം ഫസ്റ്റ് സ്റ്റേജ് 6 മാസം കുറയില്ല. അപ്പോൾ 24 months ആകുമ്പോഴേക്കും ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും ഗവൺമെന്റ് ഭാഗത്തുണ്ടായിരിക്കും. IT ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. KSIDC ടീം തുടക്കം മുതൽ തന്നെ KSIDC ടീം ഇവർക്കൊപ്പമുണ്ട്. എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഇനിയും KSIDC ടീം ഉണ്ടാവും. അതുപോലെ ടെക്നോ പാർക്ക് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ഗവൺമെന്റ് നിങ്ങൾക്കൊപ്പമുണ്ട്. പരമാവധി ഈ ടൈം ഷെഡ്യൂൾ കുറച്ച് നമുക്ക് കൊണ്ടുവരാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അൽ മർസൂഖി ഹോൾഡിംഗ് അവർക്കുള്ള നന്ദി കേരളത്തിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും വേണ്ടി രേഖപ്പെടുത്തുന്നു. മുഖ്യമന്ത്രിയുടെ പേരിലുള്ള എല്ലാവിധ ആശംസകളും ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് മർസൂഖി ഹോൾഡിംഗ്സിന് നൽകുന്നു. മെറിഡിയൻ ടെക് പാർക്ക് കേരളത്തിന്റെ IT മേഖലയിലെ ഒരു വലിയ ചരിത്രത്തിന്റെ തുടക്കമാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മെറിഡിയൻ ടെക് പാർക്ക് വലിയ വിപ്ലവം